അതിർത്തി മേഖലകളിൽ തുടർച്ചയായ പ്രകോപനം സൃഷ്ടിച്ച് പാകിസ്ഥാൻ. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് പാക് ആക്രമണം. അതേസമയം സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് സഹായിക്കാമെന്ന് അമേരിക്ക. പാക് സൈനിക മേധാവിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംസാരിച്ചു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ചൈനയും പ്രതികരിച്ചു. അതിർത്തി മേഖലയിൽ സൈനിക നീക്കം ശക്തമാക്കുന്ന പാകിസ്ഥാൻ വലിയ പ്രകോപനമാണ് തുടർച്ചയായി സൃഷ്ടിക്കുന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ഉറി, രജൌരി, പത്താൻകോട്ട്, അഖ്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തുടർ സ്ഫോടന ശബ്ദമുണ്ടായി. അതിർത്തി മേഖലകളിൽ ഇന്നും കനത്ത ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. രജൌരിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അതേസമയം പ്രധാന സൈനിക ബേസുകളിലേക്ക് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇന്ത്യ സംഘർഷം നിർത്താൻ തയ്യാറായാൽ പാകിസ്ഥാനും തയ്യാറാകാമെന്നാണ് പാക് വിദേശകാര്യമന്ത്രി പ്രതികരിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കണമെന്നും ചർച്ചകൾക്ക് സഹായിക്കാമെന്നും അമേരിക്ക പറഞ്ഞു. പാക് സൈനിക മേധാവി അസീം മുനീറിനെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ചൈന അറിയിച്ചു. സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ചൈന സമാധാനത്തിനായി സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാക്കുന്ന നടപടികളിൽ നിന്ന് ഇരു രാജ്യങ്ങളും വിട്ടുനിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രകോപനപരമായ നടപടികളിലേക്ക് കടക്കരുതെന്ന് ലോകരാഷ്ട്രങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് ചെവിക്കൊള്ളാതെയാണ് പാകിസ്ഥാൻ നടപടികൾ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.